നമ്മൾ അടുത്തതായി അമൽ തേനമ്പറമ്പിലേക്ക് പോവുകയാണ്. അമൽ, ഈ പറഞ്ഞതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തൃക്കണ്ണപുരം എന്നൊക്കെ പറയുന്നത് BJP സംബന്ധിച്ച് പ്രതീക്ഷയുള്ള ഒരു ഇടം കൂടിയാണ്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ, മരണം, ആത്മഹത്യ, അതൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ BJP ഇപ്പോൾ അവിടെ ഏത് വിധത്തിലാണ്? ഒരു വിധത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. പലതരത്തിലുള്ള ഇതിന് മറുപടിയൊക്കെ വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ അതിലൊരു സ്ഥാനാർത്ഥിത്വമായിട്ടുള്ള പ്രശ്നം, അതിൽ പരം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരോപിക്കുമ്പോൾ ഏത് തരത്തിലാണ് BJP ഇനി ഇതിനെ തരണം ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രതികരണം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? കേരളത്തിലെ BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് നേമം നിയോജക മണ്ഡലത്തിൽപ്പെട്ട 2 വാർഡുകൾ. ഒന്ന് തിരുമല, അതോടൊപ്പം തന്നെ 2 തൃക്കണ്ണാപുരം, തൊട്ടടുത്തടുത്തുള്ള വാർഡുകളാണ്. ഈ വാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ 2015-20 കാലഘട്ടത്തിൽ തൃക്കണ്ണാപുരത്ത് മത്സരിച്ചിരുന്നത് ഇപ്പോൾ ഇന്നലെ മരിച്ച ആനന്ദിന്റെ ബന്ധു കൂടിയായിട്ടുള്ള തിരുമല അനിലാണ് അവിടെ വിജയിച്ചിരുന്നത്, അവിടുത്തെ കൗൺസിലറായിരുന്നു. അതിനുശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ അനിൽ തിരുമലയിൽ മത്സരിക്കുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ മറ്റൊരാൾ മത്സരിക്കുന്നു. ഇത്തവണ തിരുമല വാർഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ തിരുമലയിൽ നിന്നും അനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തൃക്കണ്ണാപുരം വാർഡിൽ തിരുമല അനിലിനെ പരിഗണിച്ച് നേരത്തെ മത്സരിച്ചിരുന്ന വാർഡാണ്. പക്ഷേ അനിലിന്റെ ഒരു അസാന്നിധ്യത്തിൽ അവിടെ പുതിയൊരാളുടെ പേര് ചർച്ചയാകുന്നു. ചർച്ചയാകുമ്പോൾ ആനന്ദിന്റെ പേര് കൂടി പ്രധാനമായി ചർച്ചയിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ആനന്ദ് തഴയപ്പെട്ടു എന്നുള്ളതാണ് ആനന്ദിന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമുക്കിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നുണ്ട്, ഇത് ഞാനിപ്പോൾ തൃക്കണ്ണാപുരം വാർഡിലാണുള്ളത്. സജീവമായി വരുന്നതേ ഉള്ളൂ ഈ സ്ഥലം. ഒരു ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വിനോദ് കുമാറിനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ് ചുവരെഴുത്തുകളും മറ്റുമൊക്കെ സജീവമായി തന്നെ എല്ലായിടങ്ങളിലുമുണ്ട്. അനി എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നതും കാണാം. ഈ ആത്മഹത്യാക്കുറിപ്പിലും പറഞ്ഞു വയ്ക്കുന്നത് അനി എന്നുള്ളത് തന്നെയാണ്. മണ്ണ് മാഫിയുമായി ബന്ധമുള്ളയാൾ എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നു. എന്തായാലും ഈ ഒരു മേഖലയിൽ BJPയെയും RSSനെയും എല്ലാം സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിച്ചാണ് ഈ ആനന്ദ് എന്തായാലും മരിച്ചിരിക്കുന്നത്, ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രതികരിച്ചിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ BV രാജേഷ് ആണെങ്കിലും, അല്ലെങ്കിൽ നിലവിലെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കരമന ജയനാണെങ്കിലും പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരാളെ അറിയുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രതിരോധം കൊണ്ട് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം BJPയുമായി ബന്ധപ്പെട്ട് അത്രയ്ക്ക് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന ആനന്ദ് എന്നുള്ള കാര്യം ആനന്ദുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്. സജീവമായി എന്ന് രംഗത്തിറങ്ങാൻ തുടങ്ങിയോ അത് 16-ാം വയസ്സ് മുതൽ എന്നുള്ളതാണ് ആനന്ദ് പറയുന്നത്. ആ കാലം മുതൽ സജീവമായി പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളിലെ തിരഞ്ഞെടുപ്പിലെല്ലാം ഈ സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങിയ, അവർക്കൊപ്പം നിന്നിട്ടുള്ള, അതിൽ തിരുമല അനിലിന്റെ ബന്ധു കൂടിയായ ഒരാളെ എന്തുകൊണ്ട് അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്.